ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാത്തമാറ്റിക്സ്. ഇന്നത്തെ സെഷൻ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് ആണ്. ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. നമുക്കൊരു മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ട്രാൻസ്പോസ് എങ്ങനെയാണ് കാണുന്നതെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, ലെറ്റ് എ ഈസ് ഈക്വൽ ടു 1 4 3 2 5 6. ഇവിടെ എയുടെ ഓർഡർ കാണാൻ നമുക്കറിയാം. ഓർഡർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് റോസ് നോക്കണം. ഇവിടെ 2 റോസ് ആണുള്ളത് അല്ലേ. 2 റോസ് ഉണ്ട്. എത്ര കോളംസ് ഉണ്ട്? 3 കോളംസ് ഉണ്ട്. 1 2 3 കോളംസ് ഉണ്ട്. അപ്പോൾ 2/3 ആണ് ഇതിൻ്റെ ഓർഡർ. നമ്പർ ഓഫ് റോസ് ഇൻറ്റു നമ്പർ ഓഫ് കോളംസ് എഴുതുക. ഇത് വായിക്കുന്നത് 2/3. ഇത് നമ്മൾ പഠിച്ച കാര്യമാണ്. ഇനി ഈ എയുടെ ട്രാൻസ്പോസ് കാണാൻ ഡിനോട്ട് ചെയ്യുന്ന ഇങ്ങനെ എ ഡാഷെന്നോ എ ട്രാൻസ്പോസിനോ ഇതൊക്കെയാണ് എ ട്രാൻസ്പോസിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ എയുടെ ട്രാൻസ്പോസ് കാണാൻ ഇതിന് റോ കോളമായിട്ട് എഴുതണം. റോസ് കോളമായിട്ട് എഴുതണം, അല്ലെങ്കിൽ കോളംസ് റോ ആയിട്ട് എഴുതുക. ഏതെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ നമുക്ക് മെട്രിക്സ് കിട്ടും. അപ്പോൾ ഫസ്റ്റ് റോ 1 4 3 ആണ്. നമുക്കത് ഫസ്റ്റ് കോളമായിട്ട് എഴുതാം. 1 4 3. സെക്കൻഡ് റോ എടുത്താൽ 2 5 6. അത് ഇവിടെ കോളായിട്ട് എഴുതണം. 2 5 6 റോസ് കോളായിട്ട് എഴുതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കോളംസ് റോസ് ആവും അല്ലേ. ഫസ്റ്റ് കോളം ഏതാണ്? 1 2. അത് ഇവിടെ ഫസ്റ്റ് റോയായി. സെക്കൻഡ് കോളം 4 5. അതിവിടെ സെക്കൻഡ് റോയായി. അതുപോലെ തേർഡ് കോളം 3 6. ഇവിടെ തേർഡ് റോയായി മാറി. ഒന്നില്ലെങ്കിൽ റോസ് കോളംസ് ആയിട്ട് എഴുതുക, അല്ലെങ്കിൽ കോളംസ് റോസ് ആയിട്ട് എഴുതുക. അപ്പോൾ ഇങ്ങനെയാണ് ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓർഡർ നമുക്ക് കിട്ടിയിരിക്കുന്ന എ ഡാഷ് അല്ലെങ്കിൽ എ ട്രാൻസ്പോസിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 1 2 3 റോസ് ഉണ്ട്. 3 റോസും കോളംസ് 2 ആണുള്ളത്. അതായത് ഓർഡർ 3/2. എയുടെ ഓർഡർ 2/3, എ ട്രാൻസ്പോസിൻ്റെ ഓർഡർ 3/2. ഇതൊന്ന് തിരിഞ്ഞു വന്നു അല്ലേ. കോളം റോയുടെ സ്ഥാനത്ത് റോ കോളത്തിൻ്റെ സ്ഥാനത്തും വന്നു. ഇങ്ങനെയാണ് ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കാണുന്നത്. നമുക്കിനി ഡെഫിനിഷൻ നോക്കാം. ഡെഫിനിഷൻ ഇതാണ്: എ മെട്രിക്സ് ഒബ്റ്റെയിൻഡ് ബൈ ഇന്റർചേഞ്ചിങ് ദ റോസ് ആൻഡ് കോളംസ് ഓഫ് എ ഈസ് കോൾഡ് ട്രാൻസ്പോസ് എഫ് എ. അപ്പോൾ റോസും കോളം ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കിട്ടും. ഇനി അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എ ഡാഷിനോ എ ട്രാൻസ്പോസിനോ എങ്ങനെ വേണമെങ്കിലും നമുക്കിനെ ഡിനോട്ട് ചെയ്യാം. ഡിനോട്ട് ചെയ്യുന്നത് ഈ രീതിയിലാണ്. ഒരു മെട്രിക്സ് എ കിട്ടിക്കഴിഞ്ഞാൽ വേറൊരു മെട്രിക്സ് നോക്കാം. 1 4 2 6 5 8. ഇവിടെ ഇതിൻ്റെ ഓർഡർ 3 റോസും ഉണ്ട്, 2 കോളംസും ഉണ്ട് അല്ലേ. 3/2 ആണ്. അപ്പോൾ എ ഡാഷ് അല്ലെങ്കിൽ എ ട്രാൻസ്പോസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? ഫസ്റ്റ് കോളം എടുത്ത് ഫസ്റ്റ് റോ ആക്കുക. ഇവിടെ 1 2 5. അതുപോലെ സെക്കൻഡ് കോളം എടുത്ത് സെക്കൻഡ് റോ ആയിട്ട് എഴുതാം. 4 6 8. ഏതെങ്കിലും ഒന്നിൽ റോ എടുത്ത് കോളാക്കല്ലേ, കോളം എടുത്ത് റോ ആക്കുക. നമുക്ക് എ ട്രാൻസ്പോസ് കിട്ടി. ഇതിൻ്റെ ഓർഡർ ഇവിടെ 2 റോസും ഉണ്ട്, 3 കോളംസും ഉണ്ട്. അപ്പോൾ ഓർഡർ 2/3 ആണ്. ഓക്കെ. നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസ്പോസ് ഓഫ് ദി മെട്രിക്സ് ആണ്. ഇവിടെ 4 പ്രോപ്പർട്ടീസ് ഉണ്ട്. ഫസ്റ്റ് പ്രോപ്പർട്ടി ഇതാണ്: എ ഡാഷ് ഓൾ ഡാഷ് ഈസ് ഈക്വൽ ടു എ. അതായത് എ ട്രാൻസ്പോസ് കണ്ടിട്ട് വീണ്ടും അതിൻ്റെ ട്രാൻസ്പോസ് കാണുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് എ തന്നെയായിരിക്കും. എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് വായിക്കുന്നത് എങ്ങനെയാണ്? എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ. ഓർത്തിരിക്കുക. അതുപോലെ സെക്കൻഡ് പ്രോപ്പർട്ടി കെ എ ഓൾ ട്രാൻസ്പോസ്. കെ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. 2 3 ഏതെങ്കിലും ഒരു സംഖ്യ ആവുക. അപ്പോൾ ആ കെ എ ഓൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് കെ ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ്. കെ നമുക്ക് പുറത്തെടുക്കാവുന്നതാണ്. ഓക്കെ, ഇതൊരു റിസൾട്ടാണ്. അതുപോലെ എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ആണ്. നെക്സ്റ്റ് എ ബി ഓൾ ട്രാൻസ്പോസ്. ഇത് തിരിഞ്ഞാണ് വരുന്നത്. ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ്. എ ബി ഓൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ്. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രോപ്പർട്ടി ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇത് മാത്രമാണ് ഒന്ന് തിരിഞ്ഞു വരുന്നത്.
എ ബി ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. ഓക്കെ, ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അതായത് മെട്രിക്സ് എയും ബിയും തന്നിട്ടുണ്ട്. എയും ബിയും തന്നിട്ടുണ്ട്, നമുക്ക് കാണേണ്ട ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ. നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ എന്നാണ്. നമുക്ക് എ തന്നിട്ടുണ്ട്. എ ഈസ് ഈക്വൽ ടു 3√3 2 4 2 0. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നിന്ന് എ ട്രാൻസ്പോസ് കാണാം. എ ട്രാൻസ്പോസ് ഈക്വൽ ടു ഇവിടുത്തെ ഫസ്റ്റ് റോ എന്തായിട്ട് എഴുതണം? ഇവിടെ ഫസ്റ്റ് കോളായിട്ട് എഴുതണം. (3√3 2). ഇനി സെക്കൻഡ് റോ 4 2 0. സെക്കൻഡ് റോ സെക്കൻഡ് കോളാക്കി എഴുതി. എ ട്രാൻസ്പോസ് കിട്ടി. ഇനി നമുക്ക് കണ്ട് എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ്, അതായത് ഈ മെട്രിക്സിൻ്റെ കിട്ടിയ മെട്രിക്സിൻ്റെ എ ട്രാൻസ്പോസിൻ്റെ വീണ്ടും ട്രാൻസ്പോസ് കാണണം. അപ്പോൾ ഫസ്റ്റ് റോ 3 4 നമുക്ക് ഫസ്റ്റ് കോളായിട്ട് എഴുതാം. സെക്കൻഡ് റോ √3 2 ഇവിടെ സെക്കൻഡ് കോളായിട്ട് എഴുതാം. തേർഡ് റോ 2 0 തേർഡ് കോളായിട്ട് എഴുതാം. ഇതാണ് എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ്. ഇത് നമ്മുടെ എ തന്നെയല്ലേ? നോക്കിക്കേ, ഇത് നമ്മുടെ എ തന്നെയാണ്. നമുക്ക് റിസൾട്ട് കിട്ടി. ഈ മെട്രിക്സ് എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആണ്. ഓക്കെ, ഇനി ഇതുപോലെ സെക്കൻഡ് വൺ ചെയ്ത് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് എന്ന് പ്രൂവ് ചെയ്യണം. എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. എ ഈസ് ഈക്വൽ ടു, ഇതാണ് എയും ബിയും. നമുക്ക് എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് എന്ന് പ്രൂവ് ചെയ്യണം. ഫസ്റ്റ് LHS എടുക്കാം. LHS ഈക്വൽ ടു എന്താണ്? എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് ആണ് അല്ലേ? അതിനുവേണ്ടി നമുക്ക് എ പ്ലസ് ബി കാണണം. ഫസ്റ്റ് എ പ്ലസ് ബി കണ്ടതിന് ശേഷം എഴുതുന്നതിന് മുമ്പ് നമുക്ക് ഇതിനകത്ത് കാണേണ്ടതൊന്ന് കണ്ടുവെക്കാം. അതിന് ശേഷം LHS എടുക്കാം. എ പ്ലസ് ബി ഫസ്റ്റ് കാണാം. എ പ്ലസ് ബി ആണെങ്കിൽ ഞാൻ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്യണം. 3 + 2 5 √3 + -1, അതായത് √3 + -1, അപ്പോൾ √3 - 1 വരും. 2 + 2 4. സെക്കൻഡ് റോ എടുക്കുക. 4 + 1 5 2 + 2 4 0 + 4 4. എ പ്ലസ് ബി കിട്ടി. അതുപോലെ A' ഒന്ന് കണ്ടുവെക്കാം. നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഒന്ന് കണ്ടുവച്ചതിന് ശേഷം LHS RHS എടുക്കാം. A' എന്ന് പറഞ്ഞാൽ എന്താണ്? എ ട്രാൻസ്പോസ് ആണ്. എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എയുടെ റോസ് ഫസ്റ്റ് റോ 3√3 2 കോളായിട്ട് എഴുതി. 3√3 2. സെക്കൻഡ് റോ 4 2 0 4 2 0. ഇതാണ് A' അല്ലെ എ ട്രാൻസ്പോസ്. ഇനി ബി ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു ബിയുടെ ഫസ്റ്റ് റോ 2 - 1 2. നമുക്കിവിടെ ഫസ്റ്റ് കോളായിട്ട് അത് എഴുതാം. ഇനി ബിയുടെ സെക്കൻഡ് റോ 1 2 4 ഇവിടെ കോളായിട്ട് എഴുതാം. 1 2 4. അപ്പോൾ നമുക്ക് എ ട്രാൻസ്പോസും ബി ട്രാൻസ്പോസും എ ബി നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് LHS എടുക്കാം. LHS എന്ന് പറയുന്നത് എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് ആണ്. അപ്പോൾ നമുക്ക് എ പ്ലസ് ബി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എ പ്ലസ് ബിയുടെ ട്രാൻസ്പോസ്, അതായത് ഈ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ആണ്. അപ്പോൾ ഫസ്റ്റ് അതിൻ്റെ ഫസ്റ്റ് റോ എടുക്കുക. ഫസ്റ്റ് റോ എടുത്ത് ഫസ്റ്റ് കോളാക്കി എഴുതുക. 5 √3 - 1 4. സെക്കൻഡ് റോ 5 4 4. ഇതാണ് LHS കിട്ടിയത്. ഇനി നമുക്ക് RHS എഴുതി നോക്കാം. RHS എന്ന് പറയുന്നത് എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ആണ്. ഇവിടെ ഉണ്ട് എ ട്രാൻസ്പോസും ബി ട്രാൻസ്പോസും തമ്മിൽ ആഡ് ചെയ്യാം. അപ്പോൾ 3 + 2 വരും അല്ലേ? 5. നെക്സ്റ്റ്
നെക്സ്റ്റ് എലമെൻറ്റ് 4 പ്ലസ് 1 5. സെക്കൻഡ് റോ എടുക്കുക. സെക്കൻഡ് റോയിൽ √3 പ്ലസ് -1 √3 -1. നെക്സ്റ്റ് എലമെൻറ്റ് 2 പ്ലസ് 2 4. ഇനി തേർഡ് റോ നോക്കാം. എ ട്രാൻസ്പോസിൽ തേർഡ് റോ 2, ബി ട്രാൻസ്പോസിൽ 2 ആഡ് ചെയ്യുമ്പോൾ 4 കിട്ടും. നെക്സ്റ്റ് 0 പ്ലസ് 4 കിട്ടും. നമുക്ക് കിട്ടിയിരിക്കുന്ന മെട്രിക്സ് RHSഉം ഇവിടെ കിട്ടിയിരിക്കുന്ന LHSഉം ഈക്വലാണ് അല്ലേ? നമുക്ക് അതുകൊണ്ട് എന്ത് എഴുതാം? A പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു A ട്രാൻസ്പോസ് പ്ലസ് B ട്രാൻസ്പോസ് എന്ന് കിട്ടി. ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ KB ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു K ഇൻറ്റു B ട്രാൻസ്പോസ് എന്ന് പ്രൂവ് ചെയ്യണം. വേർ K ഇസ് എനി കോൺസ്റ്റൻറ്റ്. നമുക്ക് മെട്രിക്സ് ബി അറിയാം. ഇവിടെ K തന്നിട്ടില്ല. K 2 3 ഒന്നും ഒരു നമ്പർ തന്നിട്ടില്ല. K ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമ്മൾ എടുത്ത് ഈ പ്രോബ്ലം ചെയ്യണം. ഫസ്റ്റ് നമുക്ക് KB കാണാം. KB ഈസ് ഈക്വൽ ടു എല്ലാ എലമെൻറ്റിനെയും K കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? KB എന്ന് പറയുന്നത് ബിയിലെ എല്ലാ എലമെൻറ്റും K വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 2K -K 2K. സെക്കൻഡ് റോ K 2K 4K. KB കിട്ടി. ഇനി നമുക്ക് KB ഓൾ ട്രാൻസ്പോസ് കാണാം. ഇവിടുത്തെ റോ കോളായിട്ടും കോളം റോ ആയിട്ടും ചേഞ്ച് ആവും. ഫസ്റ്റ് റോ എടുക്കുക. നമുക്ക് ഫസ്റ്റ് റോ ആയിട്ട് എഴുതണം. 2K -K 2K. സെക്കൻഡ് റോ K 2K 4K. സെക്കൻഡ് റോ സെക്കൻഡ് കോളായിട്ട് എഴുതി. ഓക്കെ. അപ്പോൾ KB ഓൾ ട്രാൻസ്പോസ് കിട്ടി. ഇതാണ് നമ്മുടെ LHS. ഇനി ഈ മെട്രിക്സ് നോക്കാം. ഈ മെട്രിക്സിൽ എല്ലാ എലമെൻറ്റിലും K ഉണ്ട് അല്ലേ? നമുക്ക് K ഇതിൽ നിന്ന് പുറത്തെടുക്കാം. K ഇൻറ്റു ഇതെന്ന് എഴുതാം. 2 1 -1 2 2 4. ഓക്കെ. ഈക്വൽ ടു എന്തെന്ന് എഴുതാം? K ഇൻറ്റു ഇതെന്ന് പറയുന്നത് B ട്രാൻസ്പോസ് ആണ്. തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ B ആണിത്. ഇതിൻ്റെ B ട്രാൻസ്പോസ് എഴുതി എന്ത് വരും? ഫസ്റ്റ് കോളാക്കും. 2 -1 2. സെക്കൻഡ് റോ 1 2 4. ഇതല്ലേ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഈ B ട്രാൻസ്പോസ് ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന മെട്രിക്സ്. ഈ മെട്രിക്സ് ആണിത്. അപ്പോൾ ഇതിനെന്തെന്ന് എഴുതാം? K ഇൻറ്റു B ട്രാൻസ്പോസിന് എഴുതാം. അതായത് RHS നമുക്ക് കിട്ടി. KB ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു K ഇൻറ്റു B ട്രാൻസ്പോസിന് കിട്ടി. ഓക്കെ. ഏതെങ്കിലും ഒരു സൈഡ് എടുക്കുക, മറ്റേ സൈഡ് പ്രൂവ് ചെയ്യാം. തേർഡ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ. അപ്പോൾ ട്രാൻസ്പോസ് ഓഫ് ദി മെട്രിക്സിൽ കൂടുതൽ പ്രോബ്ലംസ് എക്സസൈസിൽ വരുന്നുണ്ട്. സിമെട്രി ആൻഡ് സ്ക്യൂ സിമെട്രി മെട്രിക്സും കൂടെ കഴിഞ്ഞിട്ട് അത് എക്സസൈസ് ചെയ്യുമ്പോൾ ആ പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ. താങ്ക് യു.